ഇന്നത്തെ നമ്മുടെ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് സമൂഹത്തിലുണ്ട്. പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, ചാനലിലുണ്ട്. ഇപ്പൊ TV തുറന്നാൽ തന്നെ ഏറ്റവും നല്ല സിനിമ, ഒരു സിനിമ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് നിങ്ങൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? മറ്റേ ചാനലിൽ ഇതിനേക്കാളും നല്ലതായിരിക്കും ഉണ്ടാവുക അല്ലെ? അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അടുത്തത് എന്താ ചിന്തിക്കുക? വേറെ ചാനലിൽ നോക്കിയിട്ട് അടുത്ത വേറെ നല്ലതായിരിക്കും ഉണ്ടാവുക അല്ലെ? എന്നാൽ നിങ്ങൾ ചുരുക്കത്തിൽ ഏതെങ്കിലും ഒന്ന് ആസ്വദിക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നിനെയും കൃത്യമായിട്ട് ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെ കുഴപ്പമല്ല. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ടെക്നോളജി അത്രമാത്രം ഇംപ്രൂവ് ആവുന്നത് കൊണ്ട് തന്നെ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിലുള്ള ക്ഷമാശീലം, നമ്മുടെ കുട്ടികൾക്കുള്ള ഓപ്ഷൻസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്, എപ്പോഴും അവർക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാനുള്ള പണ്ടത്തെ സമൂഹത്തിനുണ്ടായിട്ടുള്ള പോലും പക്വത ആർക്കുണ്ടാവുന്നില്ല? നമ്മുടെ ഇന്നത്തെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല, നമ്മുടെ ഒരു സമൂഹത്തിലുള്ള ഒരു മാറ്റാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇനി വരുന്ന തലമുറയും ആ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഞങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും ഒക്കെ ടീച്ചർമാർ ജീവിച്ചിരുന്ന, നിങ്ങളുടെ അമ്മമാരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ നിങ്ങൾ കുറച്ചുകൂടി എന്തെടുക്കേണ്ടി വരും? പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാ? ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഒരു നല്ല വ്യക്തിയാവാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ തെറ്റ് ആവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണോ? ഒരു മോശം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മോശം ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണോ? വേണ്ട. എന്നാൽ നല്ലത് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല ഒരു പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കഠിനാധ്വാനം ചിലപ്പോൾ വേണ്ടി വരും. നമ്മൾ പഠിത്തത്തിൽ നിങ്ങളുടെ ടീച്ചർമാർക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമായിരിക്കും, ഹാർഡ് വർക്കിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാ? സ്മാർട്ട് വർക്കാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടത്? സ്മാർട്ട് വർക്കാണ്. എന്താണ് സ്മാർട്ട് വർക്കിൽ നമ്മൾ കാണേണ്ടത്? നമ്മുടെ ഈ പറയുന്ന തലക്കു ചുറ്റിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ തലക്കു ചുറ്റിലും ഉണ്ടാവുന്ന ഇത്തരം നെഗറ്റീവ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പാടെ നോ പറയുവാനുള്ള തന്റെ ഇടം, കപ്പാസിറ്റി ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചർമാർ 1 കിലോ ഉരുട്ടിട്ട് വായിലിട്ട് തരുമോ?